ഫ്രാൻസിസ് അസീസിയിലൊക്കെ വചനം കേട്ടപ്പോൾ ദൈവവചനം കേട്ടതുകൊണ്ടൊന്നല്ല, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടു. അപ്പോൾ അവൻ ജീവിതം തന്നെ മാറുകയാണ്. അപ്പം ഇന്ന് സമൂഹത്തിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഈ അരൂപി എന്ന് പ്രചലിക്കാൻ വേണ്ടിയാണ്. ധ്യാനമൊക്കെ കൂടുമ്പോൾ, ദൈവവചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് വരാറുണ്ട്. അപ്പം അവരെ നിയന്ത്രിക്കാറുണ്ട്. ആ രൂപി അവരെ ആ വഴിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതൊരു മഹാ രഹസ്യമാണത്. അതിനകത്ത് ഈ അരൂപിയുടെ സ്നേഹവും വാത്സല്യവും സഹായവും അനുഭവിച്ചവർക്ക് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. വീണ്ടും വചനം പറയും, എസെക്കിയേൽ പുസ്തകം 1:20 പറയും, അവ എവിടെ പോകണമെന്ന് ആത്മാവിച്ഛിച്ചുവോ അവിടെയെല്ലാം അത് പോയി. ആത്മാവിച്ഛിച്ചു. ഞാൻ പലപ്പോഴും സുവിശേഷ വേലയെ കാണാറുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് ആത്മാവ് കൂട്ടിക്കൊണ്ടുപോകും. ആത്മാവ് കൊണ്ടുപോകും. കാരണം അവിടെ ചെന്ന് കൊണ്ടുപോയി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ചെയ്യും. അത് മനുഷ്യകരമല്ല, അതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ കരമേ ഇല്ല, ദൈവകരം മാത്രം പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ ചില ആളുകൾ, രോഗികൾ ഇവിടെ വരുമ്പോൾ, ഞാൻ വേറെ വല്ലതും പോകാൻ വേണ്ടിയിരുന്ന സമയമായിരിക്കേ, പെട്ടെന്ന് അറിയാതെ ഞാൻ അങ്ങ് ചെല്ലുവേ, കൃത്യം ഇവരുടെ മുമ്പിലോട്ടയക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ഈശോനെ പ്രാർത്ഥിക്കാൻ പറയുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടുപോകും. എൻ്റെ കൂടെയുള്ള അച്ഛന്മാർക്കെല്ലാം അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഞങ്ങൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഒത്തിരി ഞങ്ങൾ നേടിയെടുക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ പറയും. പരിശുദ്ധമാവത്ത് ശക്തമായിട്ട് പറയും. ഇവിടെ പറയുന്നൊരു വചനം ഇതാണ്, ജെറമിയോട് പറഞ്ഞ വചനം ഭയങ്കരമാണ്. അതായത്, നീ അവരെ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജീവിതത്തിൽ പലർക്കും എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട് കൂടെ. പക്ഷേ അവരൊന്നും കൊണ്ട് കാര്യമൊന്നുമില്ല. അവർക്കൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ സഹായിക്കാനോ സംരക്ഷിക്കാനോ ഒന്നും പറ്റില്ല. ശരിക്കും നിനക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. മാമോദീസായിലൂടെ നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നിന്നിൽ വെളിപ്പെടാൻ വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണം. നീ ആ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കണം. നീ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ് നീ അറിയണം. നീ 1 കൊരിന്ത്യർ 17-18 വചനമൊക്കെ പറയുന്ന പോലെ, 16-17 വചനം പറയുന്ന പോലെ, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഒരിക്കലും അത് പിശാചിൻ്റെ ആലയമാകരുത്. ചില വ്യക്തികൾ ചില നേച്ചറുകളും ചിന്തകളും കാണുമ്പോൾ പറയും, അവരിൽ പ്രവർത്തിക്കുന്ന വേറൊരു അരൂപിയാണ്. അഹങ്കാരം, സൂയ, ധനമോഹം, സ്വാർത്ഥത, പേര്, പെരുമ, പ്രശസ്തി, സ്ഥാനമാനം, ജടിക സുഖങ്ങൾ, മൊബൈൽ ഫോണുകൾ, ഇൻ്റർനെറ്റുകൾ, ഇതിൻ്റെ ഒരു അരൂപിയാണ്. അരുവി കുളിച്ച് കിടക്കുക, കരകയറാൻ പോലും പറ്റാത്തവണ്ണം കുളിച്ച് കിടക്കുക. കാരണം ഇവരെ നയിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന വേറെ അരൂപിയാണ്. ചിലർക്ക് പണം 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 മാത്രം. അസ്വസ്ഥത വിതയ്ക്കുന്ന രൂപികൾ, അത് നയിക്കുന്ന ഒരു അരൂപിയാണ്. എല്ലാവരും നയിക്കുന്ന ഒരു രൂപി, ഓരോ അരൂപികളാണ്. ചില ക്ലെയിം ചെയ്യും, ബൈബിൾ പഴയ നിയമത്തിൽ ഞാൻ വിശുദ്ധന ഒന്നും അല്ലായിരിക്കും. ആണ് നിരന്തരം പരിശുദ്ധമാണ് നയിക്കപ്പെടുക. അരൂപി കൂട്ടിക്കൊണ്ടുപോകുന്നു. നമുക്കറിയാം, അരൂപി കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അപകടങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ അരൂപി നമ്മളോട് പോകാൻ പറയുന്ന വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ടാവും. യോനാ പ്രവാചകനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനവയിൽ പോണം, അവിടെ പോയി ദൈവവചനം നീ പ്രസംഗിക്കണം. യോനയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. യോന എന്ത് ചെയ്തു? നേരെ തർസസിലേക്കുള്ള കപ്പൽ കയറി. പോകുന്ന വഴിയിൽ കൊടുങ്കാറ്റ് വരികയാണ്. കാരണം അരൂപി ഇതാണ്. അരൂപി ഒരാളെ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം വെളിപ്പെടുത്തുകയാണ്. അരൂപി ഉടനെ നിയന്ത്രിക്കുക, അവനെ നിയന്ത്രിക്കുക. ഒറ്റ നിമിഷം കൊണ്ട് അവനെ നിയന്ത്രിച്ചു. അവൻ എവിടെ പോയാലും അവനെ നിയന്ത്രിക്കും. അവൻ വിടില്ല, വട്ടം പിടിക്കും. എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറയാറുണ്ടായിരുന്നു, പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ
പരിശുദ്ധാത്മാവ് നമ്മെ കൈവിടില്ല. എവിടെ പോയാലും വട്ടം പിടിക്കും. യോന വേറെ വഴിക്ക് പോകാൻ നോക്കിയേ വിട്ടില്ല, പിടിച്ചു. കൊടുങ്കാറ്റ് പിടിച്ചു വിട്ടു. പ്രശ്നവും കൊടുത്തനെ. ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. നിന്റെ വണ്ടി അതല്ല, നീ പോകണ്ട കപ്പൽ അതല്ല. ചില കുടുംബങ്ങൾ, നീ അവിടെയല്ല, അതല്ല നിന്റെ ബന്ധം, അതല്ല നിന്റെ ജീവിതം, ആ വ്യക്തികളല്ല, ആ സാഹചര്യമല്ല, ആ സുരക്ഷിതത്വമല്ല, വേറെയാണ് നിന്റെ വിളി. Your call is different. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമായ ഇടപെടലാണ് അവിടെ. ആ നടുക്കടലിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായൊരു ഇടപെടലാണ്. അതാണ് നമുക്ക് ചുറ്റും കൊടുങ്കാറ്റും പേമാരിയും കോവിഡും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിരിക്കും ഇത്. അത് അരൂപിയിലുള്ളവനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യോന പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, അതേ ഉള്ളൂ നിങ്ങൾക്ക് സമാധാനം. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ശരിക്കും ഇവിടെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായ താല്പര്യങ്ങളോ സ്വന്തമായ വഴികളോ സ്വന്തമായ ആഗ്രഹങ്ങളോ സ്വന്തമായ സ്വപ്നങ്ങളോ ഒന്നും പാടില്ല. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന് കീഴ്വഴങ്ങുന്ന വചനമാണ് ലൂക്കാ 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നിറവേറട്ടെ. കീഴ്വഴങ്ങുക, വിട്ടുകൊടുക്കുക. അപ്പം ആ നിമിഷം മുതൽ അവൾ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞത് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ദൈവപിതാവിന് എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്. അത് പൂർത്തീകരിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോ മിശിഹായെക്കുറിച്ചുള്ള സ്വർഗപിതാവിൻ്റെ ഹിതം അത് വെളിപ്പെടുത്തി കൊടുത്ത് അത് പൂർത്തീകരിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് പരിശുദ്ധാത്മാവ് ഈശോയിൽ ചെയ്യുന്നത്. ശരിക്കും ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ആ വലിയ വേദനയുടെ സമയത്ത് പോലും പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. അരൂപിയാണ് ആ ഒരു സാഹചര്യത്തിലൂടെ, ആ വേദനയിലൂടെ, ആ കണ്ണീരിലൂടെ, ആ ഒരു വലിയ സഹനത്തിലൂടെ ഈശോയെ കൈപിടിച്ച് നടത്തുന്നത്. ഇതാണ് യെശയ്യാ 43 കാണുന്ന 1-5 കണ്ട്, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് പറയുമ്പോൾ അരൂപിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതുകൊണ്ട് ചുറ്റുമുള്ള അഗ്നികൾ, അപകടങ്ങൾ, ഇതൊന്നും നിന്നെ ബാധിക്കില്ല. കാരണം അതിലൂടെ നീ പോകണമെന്നത് ദൈവഹിതമാണത്, അരൂപിയുടെ വഴിയാണത്. മോശയുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവ് നയിക്കും. അത് ഈശോയിൽ പ്രവർത്തിച്ച ആത്മാവ് തന്നെയാണ്. ഇവരെല്ലാം അതുകൊണ്ടാണ് അവർക്ക് ഈശോയെ മുൻകൂട്ടി കാണാൻ പറ്റും. അതാണ് ശരിക്കും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയിലും തിരിച്ചറിയുന്നത്. എങ്ങനെ വെച്ചാൽ സുവിശേഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അരൂപിയുണ്ട്. ആ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അത്തരം ജീവിതങ്ങളിലും വെളിപ്പെടും. അവർ സഹനത്തിന് മുമ്പിലും സഹിക്കുന്നത് ക്രിസ്തുവിനെ സഹായിച്ച പരിശുദ്ധാത്മാവ്, ഈശോ മിശിഹായിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരെ സഹായിക്കുന്നത്. ആ അരൂപിയാണ് പ്രവർത്തിക്കുന്നത്. ഈ അരൂപി നമ്മൾക്ക് ഒഴുകാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ദുഷ്ടാരൂപികളുടെ സൈന്യങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാനും നയിക്കപ്പെടാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. യേശുവെ നന്ദി, യേശുവെ ആരാധന. തുടർന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി നമ്മുടെ ഒഴുകട്ടെ. ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയട്ടെ. പരിശുദ്ധാത്മാവ് വെളിപ്പെടട്ടെ. ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഈ നിമിഷത്തിൽ എല്ലാവരിലും വെളിപ്പെട്ട് അവർ കൂടെ നടക്കുന്ന അനുഭവം, അവരോട് സംസാരിക്കുന്ന അനുഭവം, നിയന്ത്രിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.